ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം എൻ്റെ 2-ാമത്തെ വാക്യം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ സർദീസഭയുടെ ബന്ധത്തിൽ ജീവനുള്ളവൻ പക്ഷേ മരിച്ച അവസ്ഥ എന്നിട്ട് പറയുന്നത്, ഉള്ള ജീവൻ കൂടെ അല്പത്തുടിപ്പുണ്ട്, ആ ജീവൻ കൂടെ നഷ്ടപ്പെടുത്താതെ അതിനെ ശക്തീകരിക്കുവാനായിട്ട് ആഹ്വാനം നൽകുകയാണ്. എങ്ങനെ ശക്തീകരിക്കുവാനായി കഴിയും? മരിച്ച അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരവസ്ഥ, നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പക്ഷേ അവരുടേതായ പ്രവൃത്തി ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവ് വിട്ടുപോകുവാനായിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ പറയുന്നത്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ശക്തി ലഭിക്കത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്ത് നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അവനെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്ത് നിന്ന് ഒരു ദൂതൻ കർത്താവിന് പ്രത്യക്ഷനായി. അതിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഈ കാര്യാദികളെല്ലാം പറഞ്ഞ ശേഷം കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. യേശു പിതാവിൻ്റെ ഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ സന്ദർഭത്തിലാണ് അവൻ കർത്താവ് യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തുനിന്ന് ഒരു ദൂതൻ കർത്താവിന് പ്രത്യക്ഷനായത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1 പത്രോസ് ലേഖനം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടസഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അല്പകാലത്തേക്ക് കഷ്ട സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന, അപ്പോൾ നോക്കിയേ, വിളിച്ചതെന്തിനാണ്? നിത്യ തേജസ്സിനായിട്ട് വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവം തന്നെയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു വരിക്കുന്നു. അടുത്ത ഭാഗം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും, ഹല്ലേലൂയ, അവൻ നമുക്ക് ചെയ്തു തരും. അപ്പോൾ നാം പിതാവിനോട് പ്രാർത്ഥിക്കണം.
വേറെ ഭാഗത്ത് പറഞ്ഞു, യേശു തന്നെ പറയും, എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് യേശു പറഞ്ഞു. ഇവിടെ പറയുന്നത് ആമേൻ സ്തോത്രം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നവരായിരിക്കണം. അതുമാത്രം പോലെ നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ്. അപ്പോൾ ഫലം കായ്ക്കുക മാത്രമല്ല, ഫലം നിലനിൽക്കണം. അന്ത്യവരെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആമേൻ നാം നിലനിൽക്കുന്നവരായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അപ്പോൾ ആ പിതാവിനോട് യാചിക്കണം. അതാണ് നമ്മൾ ആ യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചത്. എന്താ വായിച്ചത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാണ്. അപ്പോൾ പിതാവിനോട് നമ്മൾ പിതാവേ, എന്നെ ശക്തീകരിക്കുമാറാകണമേ, എന്നെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയോട് പറഞ്ഞ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഹല്ലേലൂയ. പിന്നെയോ ദൈവത്തിൻ്റെ ദാനമത്രേ. അപ്പോൾ ദൈവമക്കളെ, നമ്മെ ശക്തീകരിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ് എന്ന് നാം വചനത്തിലൂടെ മനസ്സിലാക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കാണാതെ പോയതിനെ ഞാൻ ആമേൻ അന്വേഷിക്കും, ഒടിച്ച് കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. ദീനം പിടിച്ചതിനെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ശാരീരികമായി ആമേൻ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തന്നെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദീനമായിരിക്കുന്നതിനെ ശക്തീകരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. 2 തീമോഥെയോസ് 4:17 വാക്യത്തിൽ, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് ആമേൻ അപ്പോസ്തലനാകുന്ന പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്. എൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, ചെമ്പ് പണിക്കാരന് അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളേണം. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, പ്രസംഗം പൗലോസിനെ കൊണ്ട് നിവർത്തിക്കുവാൻ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ പൗലോസിനെ ദൈവം ശക്തീകരിപ്പാനായിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ ശക്തീകരിക്കുന്നത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സ്തോത്രം. ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ഉയരത്തിലെ അത്യന്ത ശക്തിക്കായി ആമേൻ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ പകരുന്നവനാണ് നമ്മുടെ കർത്താവ്. ആകയാൽ ഹല്ലേലൂയ, വായിച്ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ജീവനുള്ളവനായിരുന്നു, പക്ഷേ മരിച്ചിരിക്കുന്ന അവസ്ഥ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തി, അവനവർ തെറ്റ് ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ, അനീതി ചെയ്തപ്പോൾ, ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ അവരിൽ നിന്ന് ആത്മാവ്
വിട്ടുപോകുവാനായിടയായി തീർന്നു. പിന്നെ അവരെങ്ങനെയുള്ളവരാണ്? അവർ മരിച്ച അവസ്ഥയിൽ, അതാണ് ഇവിടെ പറയുന്നത്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ആകയാൽ സ്തോത്രം, ഈ നിമിഷത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തോട്, ദൈവമേ എന്നെ ശക്തീകരിക്കുമാറാകണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ എന്നോട് ക്ഷമിച്ച് ക്രൂശിലെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് ആമേ ഉയരത്തിലെ ശക്തിയാൽ എന്നെ ശക്തീകരിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേ, ആരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള രോഗങ്ങളാൽ നിങ്ങൾ വലയുകയാണോ? കടഭാരത്താൽ വലയുകയാണോ? നിരാശനായിരിക്കുകയാണോ? ആമേൻ, ഈ നിമിഷത്തിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന, കുനിഞ്ഞിരിക്കുന്ന വ്യക്തികളെ നിവരെ നിർത്തുമാറാക്കുന്ന ഒരേ ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ആ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവേ, എൻ്റെ അവസ്ഥകൾക്ക് ഒരു വ്യതിയാനം വരുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളെ ശക്തീകരിപ്പാനായിടയായിത്തരും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, സഭയോട് പറയുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആത്മാവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, ശാരീരിക രോഗത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുവേ, അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.